നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി ചേച്ചി എന്തേ ആലോചിക്കുന്നത്? ഇന്ദ്രേട്ടനെ കുറിച്ചായിരിക്കും അല്ലേ? അല്ല, ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിക്കായിരുന്നു. ഒരു മനുഷ്യന് വേണ്ടി എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തു. ഒരു ഫലവും ഉണ്ടായില്ല. ബിച്ചുമോന് വേണ്ടിയായിരുന്നു എല്ലാം. മോനും ഭാഗ്യമില്ലാതെ പോയി. അങ്ങനെയൊക്കെ ഉറപ്പിക്കാറായോ ചേച്ചി? ഇന്ദ്രേട്ടനെ കുറിച്ച് കേൾക്കുന്നതൊന്നും സത്യമായിരിക്കില്ലെന്ന എന്റെ ഒരു തോന്നല്. സത്യമാണെങ്കിലും അല്ലെങ്കിലും നാളെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും ചേരും. അതിൽ ഇനിയൊരു മാറ്റം സംഭവിക്കില്ല. ആ, അതൊക്കെ പോട്ടെ. രഘുവേട്ടന്റെ അമ്പിളിശേഷിയുടെ അവസ്ഥ എന്താ? ആദിലിന്റെ കാര്യത്തില് അച്ഛൻ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച രഘുവേട്ടനും അമ്പിളിച്ചേച്ചിയും ധർമ്മസങ്കടത്തിലാവൂല്ലോ ചേരൂ. അച്ഛനിങ്ങനെ അവഗണിക്കുന്നതില് രഘുവേട്ടൻ ഏറ്റവും വലിയ പ്രശ്നം. ചിലപ്പോ രഘുവേട്ടൻ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറയാനും മതി. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രശ്നങ്ങൾ. അച്ഛൻ പറഞ്ഞ വാക്ക് ധിക്കരിച്ച് രഘുവേട്ടനും അമ്പിളിച്ചേച്ചിയും കാണിച്ച അനീതി അച്ഛന് അത്ര വേഗമൊന്നും ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ പറയാതിരിക്കുന്ന നല്ലെന്ന് തോന്നും. അത് മാത്രല്ലേ ചേച്ചി, എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് രഘുവേട്ടന് ബിസിനസ് നടത്താൻ സഹായിച്ച ദാസങ്ങളും അച്ഛന്റെ മുന്നില് ഒന്നും അറിയാത്ത ഭാവം നടിക്കുന്ന നമ്മളൊക്കെ അച്ഛനെ ചതിക്കുമായിരുന്നു എന്ന് അച്ഛന് തോന്നില്ലേ?